കണ്ടോ? അവന്റെ വീട് കണ്ടോ? ശിവൻകുട്ടി പോയിരിക്കുന്ന ആ വീട് അന്തം കമ്മികൾ കണ്ടോ? കോടികൾ മാസപ്പടി വാങ്ങി പുട്ടടിച്ചവളെ രക്ഷിക്കാൻ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടവന്റേത് ചെറ്റക്കുടിൽ. ദേ ഈ ചിത്രത്തിൽ കാണുന്ന ചുവരുകൾ പറയും നീതികേടിന്റെ, നന്ദികേടിന്റെ, പാർട്ടി അടിമത്തത്തിന്റെ ചാവേറുകളാക്കപ്പെട്ടവന്മാരുടെ യഥാർത്ഥ ജീവിതം. വീണയ്ക്ക് വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത പിണറായി വിജയനെ വലിച്ചു കീറി മുൻമന്ത്രി ശിവൻകുട്ടി. സൈബർ ഇടത്തിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം പിണറായിക്ക് വെള്ളിടിയാകുകയാണ്. ശിവൻകുട്ടി കാരണമാണ് നാട്ടുകാർ മുഴുവൻ ഈ ചിത്രം എന്തായാലും കണ്ടത്. ഇതോടെ പാർട്ടിക്കാർ മുഴുവൻ പിണറായിക്കെതിരെ തിരിയുകയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അകത്തായ ഒരു CPM പ്രവർത്തകന്റെ വീട്ടിൽ ശിവൻകുട്ടി പോയിരുന്നു. ഇതോടെയാണ് പിണറായിക്ക് തലമണ്ട പിളരുന്ന അടി കിട്ടിയത്. ആ വീടിന്റെ അവസ്ഥയാണ് പാർട്ടിയിലും പുറത്തും ഇപ്പോൾ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. സൈബർ ഇടത്തിൽ കത്തിക്കയറുകയാണ് ഈ വിഷയം. ആദ്യം ആ വീടിന്റെ ചിത്രം നിങ്ങൾ കണ്ടു നോക്കൂ. എന്നിട്ട് ചില കാര്യങ്ങൾ നമുക്ക് വെട്ടിത്തുറന്ന് സംസാരിക്കാം. വീണ മാസപ്പടി വാങ്ങി വിദേശത്ത് കറങ്ങി വിലസിയതിന് തല്ലും കൊണ്ട് കേസിൽപ്പെട്ട അന്തം കമ്മി പൊട്ടന്മാരെ, എടാ വെളിവില്ലാത്തവന്മാരെ, നിന്നെയൊക്കെ ഉപയോഗിച്ചിട്ട് വിജയൻ ഒന്നാം തരം കറിവേപ്പില പോലെ വലിച്ചെറിയുന്നു. തല്ലാൻ പോയവന്റെ വീട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത്. കുറ്റക്കാരായ വീണയും പിണറായിയും ഒക്കെ 1 ലക്ഷത്തിന്റെ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്, കിടന്നുറങ്ങുന്നത്. എന്തായാലും ശിവൻകുട്ടിയുടെ ഈ ഗൃഹസന്ദർശനം കൊണ്ട് ചില സത്യങ്ങൾ പുറത്തു വന്നു. നിയമസഭയിലൊക്കെ പിണറായിക്ക് വേണ്ടി ആദ്യം ചാടി ഇറങ്ങുന്നത്, അതായത് രക്ഷകനായിട്ട് ഇറങ്ങുന്നത് ശിവൻകുട്ടിയാണല്ലോ. മുൻപത്തെ കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അതായത് ശിവൻകുട്ടി പിണറായിയുടെ രക്ഷകനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ശിവൻകുട്ടി ഇതേപോലെ ചില പണികൾ പിണറായിക്കിട്ട് കൊടുക്കാറുമുണ്ട്. അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെ പറ്റിപ്പോകുന്നതാണോ എന്തോ. എന്തായാലും പ്രവർത്തകന്റെ വീടിന്റെ ദയനീയ അവസ്ഥ പുറത്തു വന്നതോടെ വെട്ടിവിയർക്കുന്നത് വിജയനാണ്. കാരണം പിണറായിക്കെതിരെ ED വന്നാൽ തടയും, മകൾക്കെതിരെ വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുത് എന്ന് കൊല്ലം CPM-ൽ നിന്നുള്ള ആഹ്വാനം ഇപ്പോൾ കൂടുതൽ ശക്തമാകുകയാണ്. മകൾക്കെതിരെ കേസ് വന്നാൽ അവർ നേരിടട്ടെ, പാർട്ടിയെ ചാവേറാക്കാൻ കിട്ടില്ല എന്ന് ഇപ്പോൾ എല്ലാവരും, എന്തിനേറെ സോഷ്യൽ മീഡിയയിൽ CPM-കാർ തന്നെ പച്ചയ്ക്ക് ചർച്ച നടത്തുന്നു. പാർട്ടിയിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പാർട്ടി പ്രവർത്തകന്റെ വീടിന്റെ അവസ്ഥ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിലും ഇപ്പോൾ ചർച്ചയായി മാറുന്നു. ഇനിയും ചാവേറുകളാകാൻ പിള്ളേരെ കിട്ടില്ല എന്ന് നേതാക്കൾ തുറന്നടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മകളെ തൂക്കാൻ ED വരുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. അപ്പോഴും പാർട്ടിക്കാരെ ഇറക്കി നേരിടാനായിരുന്നു പ്ലാൻ ഇട്ടത്. അതേതായാലും തേഞ്ഞൊട്ടി. ED ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർക്കെതിരെ UAPA ഉൾപ്പെടെ ചുമത്തപ്പെട്ടാൽ തീഹാറിൽ കിടന്ന് ഹിന്ദിക്കാരന്മാരുടെ ഇടികൊള്ളും അന്തം കമ്മികൾ. കേസിൽ നിന്ന് ആയ കാലത്ത് ഊരിപ്പോരാനും കഴിയില്ല. അതായത് കിട്ടിയ പണി ഇരിപ്പതാണെന്ന്. ഇതോടുകൂടി അന്തം കമ്മികൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇനിയും ED സംഘത്തെ ആക്രമിക്കാൻ വന്നാൽ ഇതായിരിക്കും കിട്ടാൻ പോകുന്ന പണിയെന്ന്. കേരള പോലീസ് തെരഞ്ഞു പിടിച്ചായിരുന്നു അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കമ്മികളെ കണ്ടെത്തിയത്. അവരെ വിട്ടുകിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല എന്നുള്ള കട്ടായം നിലപാട് അവർ എടുക്കുകയും ചെയ്തു. പാർട്ടി പ്രതിരോധത്തിലായി. ഒടുക്കം പോലീസ് പാർട്ടി ആഫീസിൽ കയറാതിരിക്കാൻ ഈ പ്രതികളെ CPM-കാർക്ക് തന്നെ പോലീസിന് വിട്ടുകൊടുക്കേണ്ടി വരികയായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇമ്മാതിരി വിളച്ചിലെടുത്താൽ പോലീസ് ഇതേ നിലപാട് തന്നെ സ്വീകരിക്കും. പാർട്ടിക്ക് പ്രതികളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന്. ഇതോടുകൂടിയാണ് ഇപ്പോൾ ചിലർക്കൊക്കെ ബോധോദയം വന്നിട്ടുണ്ട്. ഇനി എന്തായാലും വീണ വിജയനെ ചോദ്യം ചെയ്യാനോ ഇനിയിപ്പോൾ അറസ്റ്റിന് വന്നാലോ പോലും ഒരാളും ഇതുപോലെ ലഹളയുണ്ടാക്കാൻ വരില്ല. CPM പ്രവർത്തകന്റെ വീടിന്റെ ചിത്രം പങ്കുവെച്ച് അഖിൽ മാരാര് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. ED ആക്രമിച്ച കേസിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട അടിമകളുടെ വീട്ടിൽ തമ്പ്രാൻ ശിവൻകുട്ടി സന്ദർശിച്ചു. ഈ വീടിന്റെ കാഴ്ച പറയും സഖാക്കളും തമ്പ്രാക്കന്മാരും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തിന്റെ കഥ. ഈ കേസിൽ കേരള പോലീസ് അക്രമം നടത്തിയ പാവങ്ങളെ ജയിലിൽ അടച്ചപ്പോൾ അവരെ അവിടെ വിളിച്ചു വരുത്തി വിപ്ലവ വിഷം കുത്തിക്കയറ്റി അക്രമത്തിന് ഇറക്കി വിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കിയ ഈ ശിവൻകുട്ടി ഉൾപ്പെടെ ഒറ്റ ഒരുത്തന്റെ പേരിലും കേസില്ല. മകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അടിമകളെ ഇറക്കിയ പിണറായി വിജയന്റെ കൊലച്ചിരി നിറഞ്ഞ ഒരു മറുപടി കണ്ടിട്ടെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി കുടുംബം തകർത്ത് സ്വന്തം ജീവിതം കളയുന്നവന്മാർ ചിന്തിക്കട്ടെ. എനിക്കെന്താ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിരോധമെന്ന് പലരും ചോദിക്കാറുണ്ട്. അതിന്റെ കാരണം ഇത് തന്നെയാണ്.
പാവങ്ങളെയും ദളിതരെയും ഇല്ലാതാക്കി, ചെറുപ്പക്കാരെ ജയിലിലടച്ച് അവരുടെ ഭാവി ഇല്ലാതാക്കി, പാർട്ടി അടിമകളാക്കി പാർട്ടി വളർത്തുന്ന ഇവരെ കണ്ട് വളർന്നതാണ് എൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ കാരണം. ഇതായിരുന്നു അഖിൽ കുറിച്ച വാക്കുകൾ. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അഖിൽ മാരാർ പറഞ്ഞിട്ടുള്ളത്. ചില നേരത്ത് ചില വെളിവില്ലാത്ത കാര്യങ്ങളും പൊട്ടത്തരങ്ങളും പറയാറുള്ള ആളാണ് അഖിൽ മാരാർ. പക്ഷേ ഈ ഒരു പോസ്റ്റ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നേതാക്കന്മാർക്കും അവരുടെ കുടുംബത്തിനും മക്കൾക്കും ഒരു കുഴപ്പവുമില്ല. ജീവിതം തകരുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകരുടേതാണ്, അതും ചെറുപ്പക്കാരുടെ. നല്ല കാലം മുഴുവൻ അകത്ത് കിടന്ന് നരകിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ നമുക്കറിയാം. ഈ CPM വേണ്ടിയും, CPM എന്ന പാർട്ടിയുടെ കാര്യം മാത്രമല്ല, ഈ പറയുന്ന കോൺഗ്രസിന്റെയും BJP-യുടെയും ഒക്കെ അന്തം അണികൾ ഉണ്ടല്ലോ, അവരുടെ എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ഒരു CPM പ്രവർത്തകന്റെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കണക്കാണ്. നേതാക്കന്മാർ സുഖലോലുപതയിൽ കഴിയും, അണികൾ അടികൊണ്ട് ജയിലിലും കിടക്കും. പിണറായി വിജയന്റെ നാവിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടല്ലോ മക്കളെ ഞാൻ സേഫ് ആക്കിയെന്ന്. മുൻപ് മകൻ വിവേകിന് ED നോട്ടീസ് വന്നപ്പോൾ പിണറായി നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അതിൽ വ്യക്തമായി മനസ്സിലാകും മക്കളെ ഈ പാർട്ടിയുടെ 7 അയല തടുപ്പിക്കാതെ അവരുടെ ഭാവി സുരക്ഷിതമാക്കിയ പിണറായി വിജയന്റെ തനിക്കൊണം. പിണറായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. മകൻ ജോലി പിന്നെ വീട് എന്ന രീതിയിൽ കഴിയുന്ന ആളാണെന്നും ഒരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ല എന്നുമായിരുന്നു പിണറായി പറഞ്ഞത്. അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് തന്നെ പ്രയാസപ്പെടുത്തി കളയാമെന്ന് ആരും കരുതേണ്ട എന്നും പിണറായി അന്ന് പ്രതികരിച്ചത്. ഞാൻ എൻ്റെ പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായും അതിനോടൊപ്പം നിന്നു എന്നതാണ്. എൻ്റെ മക്കൾ 2 പേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേർ എൻ്റെ മകനെ കണ്ടിട്ടുണ്ട്? അവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരാണല്ലോ നമ്മൾ. എവിടെയെങ്കിലും കണ്ടോ എൻ്റെ മകനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമോ എന്ന് സംശയമാണ്. അതാണ് എൻ്റെ മകൻ്റെ പ്രത്യേകത. ഏതച്ഛനും മകനെക്കുറിച്ച് അഭിമാന ബോധമുണ്ടാകും. എൻ്റെ അഭിമാന ബോധം പ്രത്യേക തരത്തിലാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. മക്കൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ? അത് ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്ത് അവിടെ കഴിയുന്ന ഒരാളെ, ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ഒരാളെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു മകൻ ഉണ്ട് എന്ന് ചിത്രീകരിച്ച് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുകയാണ്. അതുകൊണ്ട് വിവാദമാകുമോ? അതെന്നെ ബാധിക്കുമോ? മകനെ ബാധിക്കുമോ? ആ ചെറുപ്പക്കാരൻ മര്യാദയ്ക്കൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. അയാളുടെ പൊതുരീതി ജോലി പിന്നെ വീട് എന്നതാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല. തെറ്റായ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടില്ല. ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. നല്ല അഭിമാനം എനിക്കുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാട്ടി എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതായിരുന്നു പിണറായി അന്ന് പറഞ്ഞത്.